BLM, Kerala, Tamil Nadu, Pondicherry. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവമായ ആത്മീയ സാംസ്കാരികോത്സവത്തിന് തിരിതെളിഞ്ഞു. നാവമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മഹാമാഘ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. മഹാമാഘ മഹോത്സവം 2026 പുണ്യനദിയായ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ ഔപചാരികമായി തുടക്കം കുറിച്ചു. മഹാമാഘ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. ഗവർണേഴ്സ് മറ്റു വിശിഷ്ട വ്യക്തികളോട് കൂടി നമ്മുടെ പ്രോഗ്രാമിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തുകയാണ്. Now with that we have a prayer. Whatever we are doing here is we are just following the parampara, Sanatana parampara. We do not know the adi of it and we do not know anta of it. So it is a ananta parampara. So this Sanatana parampara, it is called because of this only Sanatana. Because we don't know kahan se shuru hui aur kahan jane wala hai, kahan anta hai. There is no adi, there is no anta to this. ധർമ്മ ധ്വജാരോഹണം എന്ന പരമ്പരാഗത ചടങ്ങോടെയാണ് മഹോത്സവത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ചടങ്ങിൽ മഹാമാഘ സഭാ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദം ഭാരതി മഹാരാജ്, മോഹൻജി ഫൗണ്ടേഷൻ ചെയർമാൻ ബ്രഹ്മശ്രീ മോഹൻജി, വർക്കിംഗ് ചെയർമാൻ കെ ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ കെ കേശവദാസ്, സാമൂതിരി കുടുംബാംഗമായ KC ദിലീപ് കുമാർ, അരിക്കര സുധീർ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 9 മണിയോടെ മഹാമാഘ മഹോത്സവത്തിലെ ആദ്യ സ്നാനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ നാവമുകുന്ദ ക്ഷേത്ര സ്നാനഘട്ടത്തിൽ നടന്നു. വേദമന്ത്രോച്ചാരണങ്ങൾ, ജപഘോഷങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടന്നത്. M5 ന്യൂസ്, മലപ്പുറം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.